സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ ദൈവാനുഗ്രഹം നിലനിർത്തുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് 3 പ്രധാന താക്കോലുകളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കുക. ഒന്നാമതായി, കുടുംബ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. കുടുംബമായി പ്രാർത്ഥിക്കുന്നവർ കുടുംബമായി തന്നെ നിലനിൽക്കും എന്ന് നാം കേട്ടിട്ടില്ലേ? എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബാംഗങ്ങളെ തമ്മിലടുപ്പിക്കുകയും ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം. രണ്ടാമതായി, പരസ്പര സ്നേഹവും ക്ഷമയുമാണ്. ക്ഷമ വാങ്ങിക്കുവാനും കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള തുറവി മനസ്സിനുണ്ടാകണം. അത് എളിമയിൽ മാത്രമേ അത് സംഭവ്യമാവുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ സ്നേഹവും വിട്ടുവീഴ്ചയും അത്യാവശ്യമാണ്. എനിക്ക് തന്ന ഭാര്യ, എനിക്ക് തന്ന ഭർത്താവ്, അത് ദൈവം തന്നതാണ്. ദൈവത്തിന് വേണ്ടി അവരെ സ്നേഹിക്കണം. എനിക്ക് തന്ന മക്കൾ, ദൈവം എന്നെ ഒരു കെയർ ഗീവറായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഓണർഷിപ്പ് ദൈവത്തിനാണ് എന്ന് മനസ്സിലാക്കി അവരെ ദൈവത്തിന് വേണ്ടി വളർത്തുക, ശുശ്രൂഷിക്കുക. നിങ്ങൾ അന്യോന്യം ക്ഷമിക്കുകയും എന്ന തിരുവചനം നാം ഓർക്കണം. അനുദിനം തെറ്റുകൾ സംഭവിക്കുമ്പോൾ ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും നാം തയ്യാറാകണം. അതിന് ലിമിറ്റില്ല എന്നുള്ളതും തിരിച്ചറിയുക. ലിമിറ്റ് ഉണ്ടാവുന്നത് നമ്മൾ സ്റ്റബേൺ ആകുമ്പോൾ, നമ്മൾ പ്രൈഡ്, അഹങ്കാരം, അഹംഭാവം നമ്മിൽ നിറയുമ്പോഴാണ്. അപ്പോൾ പരിശുദ്ധാത്മാവില്ല അത് തിരിച്ചറിയണം. നീ എന്നെ സ്നേഹിക്കുന്നില്ല, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ക്ലെയിം മനുഷ്യരായിട്ടുള്ള നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാദപ്രതിവാദത്തിലായിരിക്കുമ്പോൾ 1 കൊറിന്ത്യർ 13 4 മുതൽ 8 വരെയുള്ള വചനം എടുത്ത് വായിച്ചു നോക്കുക. സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ അവിടെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കുവാൻ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പങ്കാളിയൊക്കെ ചേർത്ത് പിടിച്ച് കർത്താവിലോട്ട് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമതായി, ദൈവവചനത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോൾ ദൈവഹിതം ആരായാൻ നാം ശ്രദ്ധിക്കണം. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും, ഒരു സംശയവുമില്ല. ഇന്നത്തെ ലോകത്തിലെ പാപങ്ങളും തിന്മകളും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വെല്ലുവിളി ഒക്കെ നേരിടാൻ പ്രാർത്ഥന, സ്നേഹം, ദൈവവചന ധ്യാനം എന്നീ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ കുടുംബജീവിതത്തിൽ മെയിൻ പില്ലേഴ്സായിട്ട് പ്രാർത്ഥനയും സ്നേഹവും ദൈവവചന ധ്യാനവും നിലനിൽക്കട്ടെ. കർത്താവിൻ്റെ 2ാം വരവിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ വളർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, പ്രാർത്ഥന, സ്നേഹം, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ശക്തിപ്പെടും.